അച്ഛൻ എന്താണ് ആ മരത്തെ നോക്കി ചിരിക്കുന്നത് എന്ന എൻ്റെ മകന്റെ ചോദ്യത്തിന് മറുപടി എനിക്കില്ലായിരുന്നു. ഭാവിയിൽ അവൻ്റെ മകനെയും കൂട്ടി ആ വൃക്ഷത്തണലിൽ കുറച്ചുനേരം അവനിരുന്നാൽ അതിൻ്റെ മറുപടി അവന് കിട്ടിയേക്കും. സ്വന്തം നാടിനെ തൻ്റെ പേരിനൊപ്പം ചേർത്ത് വെച്ച ഷാജിമോൻ കുറച്ചു നാളുകൾക്ക് മുൻപ് ഫേസ്ബുക്കിലിട്ട കുറിപ്പിൻ്റെ അവസാന വരികളാണിത്. പ്രിയ നാട്ടുകാർക്കായി ഓടി നടക്കുമ്പോഴും മനുഷ്യനും മരവും മണ്ണും നാടുമെല്ലാം ഓർമ്മയായതിൻ്റെ മരവിപ്പാണ്. ഞാൻ കടന്നുപോയാലും എൻ്റെ മകൻ അവരുടെ മക്കളെയും കൂട്ടി വന്ന് ഇതിൻ്റെ ചുവട്ടിലിരുന്ന് അവൻ്റെ അച്ഛനെക്കുറിച്ച് എന്നെക്കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മരമാണ് ഇതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ ചുവട്ടിൽ അവരിയ്ക്കും. അപ്പോൾ എൻ്റെ സ്നേഹവും കരുതലും തണലും ആ മരത്തിൻ്റെ ശീതളിമയിലൂടെ അവർക്ക് ലഭിക്കുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് മുമ്പ് ആ മരം പോയി. മുൻപും ഉരുൾപൊട്ടിയ ചരിത്രമുണ്ടെങ്കിലും ഇങ്ങനെയൊന്ന് ആരുടെയും സ്വപ്നത്തിൽ പോലുമില്ലായിരുന്നു. അപ്പോൾ ആദ്യം ഇതിലെ പുഴ ഒഴുകിയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഇപ്പം മനസ്സിലാകുന്നത് 100-150 വർഷം മുമ്പ് വെള്ളക്കാർ ഞങ്ങളുടെയൊക്കെ പൂർവികരെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ വലിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടാകും. ഈ പ്രദേശത്തെ ജനങ്ങളെ മറ്റൊരു പ്രദേശത്തേക്ക് ഈ ചൂരൽമലയുടെ എല്ലാ സ്മരണകളും പറിച്ചു നടണമെന്നാണ് ഈ പ്രദേശവാസി എന്ന നിലയ്ക്കും ഈ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് ഈ നാടിനെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്കുള്ള ഒരു അഭ്യർത്ഥന. കുറച്ചു നാളുകൾക്ക് മുൻപ് ചൂരൽമലയിലെ വീട് വിട്ട് മറ്റൊരിടത്തേക്ക് താമസം മാറിയിരുന്നു. അതിൽ മക്കളുടെ സങ്കടം ഇന്ന് വലിയൊരു ആശ്വാസമാണ്. ഈ മണ്ണിനെ പ്രകൃതി പച്ചപ്പ് കൊണ്ട് വീണ്ടെടുക്കുമായിരിക്കും. ജീവിതങ്ങൾക്ക് അത് സാധ്യമാകുമോ? എല്ലാറ്റിനും സാക്ഷിയായി ഈ ആൽമരമുണ്ടാകട്ടെ. ബിനു പാമ്പിക്കൊപ്പം ദിവീഷ് മണി, മാതൃഭൂമി ന്യൂസ്, ചൂരൽമല.